എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പം നമുക്ക് ഇടത്താഴം മുതൽ കണ്ടാലോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് കിച്ചണിലോട്ട് വരികയാണ് കേട്ടോ. 4 മണിയായപ്പോൾ എഴുന്നേറ്റത് കേട്ടോ. എന്നിട്ട് ദോശമാവ് പുളിച്ചോ നോക്കിയാൽ പുളിച്ചിട്ടില്ല. അപ്പോൾ ദോശ ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു റാഗിപ്പൊടി വെച്ച് പുട്ടുണ്ടാക്കി കൊടുക്കാം. പിന്നെ മുട്ടക്കറിയും അതുപോലെ തന്നെ പാല് കാച്ചി മക്കൾക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ റാഗി പുട്ടൊക്കെ ഉണ്ടാക്കി ഒരുപാട് തേങ്ങ ഒക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ടേസ്റ്റി ആയിട്ട് മക്കൾക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചൂടോടെ ഉണ്ടാക്കി മുട്ടക്കറി എല്ലാം ഉണ്ടാക്കി വെച്ചു. അപ്പോൾ അങ്ങനെ ടേബിളിൻ്റെ പുറത്തെല്ലാം മക്കൾക്ക് 3 പേർക്കും കൊണ്ട് വെച്ചിട്ട് ഞാൻ മക്കളെ വിളിക്കാൻ റൂമിലോട്ട് പോവുകയാണ് കേട്ടോ. ആദ്യം ഒന്ന് വിളിച്ചിട്ട് ലൈറ്റ് ഇട്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അവർ ഉണർന്നില്ല കേട്ടോ. രണ്ടാമത് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് പോയപ്പോൾ ഒരു കാഴ്ച കാണിച്ചത് അതേ പിങ്കിമോൾ അക്കുവിൻ്റെ നെഞ്ചത്ത് കയറിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവരെ ഉറക്കത്തിൽ നിന്ന് ഒരുവിധം പൊക്കി എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയപ്പോൾ ഒരാൾക്ക് മുട്ടക്കറി വേണ്ട, അക്കുവിന് പഞ്ചസാര മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പഞ്ചസാര ഇട്ട് കഴിച്ചു. അമ്മു ആണെങ്കിൽ ഉറക്കം തൂങ്ങി ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജൂലിമോൾ കാണിക്കുന്നുണ്ട് എൻ്റെ സ്കേർട്ടിൻ്റെ വള്ളി പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഇവരെല്ലാം കഴിച്ചിട്ട് സുബഹിക്ക് ബാങ്ക് വിളിച്ചപ്പോൾ പള്ളി നിസ്കരിക്കാൻ അക്കു അമ്മും കൂടെ പോവുകയാണ്. അപ്പം നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് പള്ളി ഉള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതൊരു തൈക്കാവാണ്. അപ്പോൾ അവിടെ ഇതേ ലൈറ്റ് എത്തി കിടക്കുന്നുണ്ട്. അതാണ്. കിച്ചുവിനോട് പോകുന്നില്ല ചോദിച്ചപ്പോൾ കിച്ചു പറഞ്ഞു ഞാൻ പോകുന്നില്ല, ഞാൻ വീട്ടിൽ തന്നെ നമസ്കരിച്ചോളാം. അക്കുവിനും അമ്മുനും ഭയങ്കര ഇൻട്രസ്റ്റാണ് പള്ളിയിൽ പോയി ത്രാവ്യ നിസ്കരിക്കാനൊക്കെ കേട്ടോ. അങ്ങനെ പിന്നെ ഈവനിങ്ങിലെയാണ് കാണിക്കുന്നത് കേട്ടോ. ഈവനിങ്ങിൽ ഞങ്ങളിന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. മക്കൾക്ക് ചിക്കൻ ബിരിയാണി മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം കുക്ക് ചെയ്യുകയാണ്. കിച്ചു ആണെങ്കിൽ ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അതായത് ആദ്യത്തെ നോയമ്പല്ലേ, അപ്പോൾ കുറേ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ എപ്പോഴെപ്പോഴും ഫ്രൂട്ട്സ് മേടിക്കാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒന്നിച്ച് കുറേ ഫ്രൂട്ട്സ് മേടിച്ചു. എന്താ ആപ്പിളും ഓറഞ്ചും അതുപോലെ തന്നെ സ്ട്രോബെറി, പൈനാപ്പിൾ, മസ്ക് മെലൻ, വാട്ടർ മെലൻ, അങ്ങനെ കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാം ഞാനൊന്ന് കൊട്ടയുടെ അകത്തെല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചു. അതിനുശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ പള്ളിയിലെ അപ്പുറത്തൊരു പള്ളി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ പള്ളിയിലേക്ക് നമ്മളാണ് 1 മാസത്തേക്ക് നോമ്പ് തുറക്കാനുള്ള സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ അതിനുവേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ട് വന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് സമൂസയും ഉന്നക്കായും പിന്നെ അതുപോലെ ചിക്കൻ കട്ട്ലേറ്റുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പള്ളിയിലേക്ക് കൊടുക്കാനും ചിക്കൻ കട്ട്ലേറ്റ് തന്നെയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം ബോക്സിനകത്താക്കി കറക്റ്റ് ചെയ്ത് അക്കും അമ്മും കൂടെ പള്ളിയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പോവുകയാണ്. അവർ തന്നെയാണ് പള്ളിയിൽ കൊടുക്കുന്നതും സെറ്റ് ചെയ്യുന്നതെല്ലാം അവർ തന്നെയാണ് കേട്ടോ. അങ്ങനെ കിച്ചു പോയില്ല കേട്ടോ. കിച്ചു വീട്ടിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ എന്നാൽ മസ്ക് മിലൻ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പാലൊക്കെ ഒഴിച്ച് ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു തിരിയൊക്കെ കത്തിച്ച് വെക്കാമെങ്കിൽ നല്ലൊരു വൈബൊക്കെ വരുമല്ലോ. അപ്പോൾ നല്ല പ്രത്യേക ഒരു സ്മെല്ലല്ലേ. അങ്ങനെ ഞാൻ കുറച്ച് ഊതൊക്കെ പുകച്ചു, തിരിയൊക്കെ കത്തിച്ച് വെച്ചു. അതിനുശേഷം നമ്മുടെ ഒരു കസിനാണ്, അവന് നോമ്പ് തുറക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ടേബിളിൻ്റെ പുറത്തെല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ ബാങ്ക് വിളിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്താണ് ഞാൻ വീഡിയോസൊക്കെ ഒന്ന് എടുക്കുന്നത്. അങ്ങനെ എല്ലാം സെറ്റ് ജ്യൂസും ചായയും കഞ്ഞിയും ലെമൺ ജ്യൂസും അതേപോലെ എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും പോയി കഴിച്ചിട്ട് നമസ്കരിച്ചിട്ട് വന്നു, ഖുർആനൊക്കെ ഓതിയിട്ട്. പിന്നെ അവൻ പോവുകയാണെന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ പറഞ്ഞു കഴിച്ചിട്ട് എന്നാൽ ബിരിയാണി കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവനെ ഇരുത്തി ഞാൻ കഴിപ്പിച്ചു. അങ്ങനെ മക്കളും അവരുടെ കൂട്ടത്തിലിരുന്ന് കഴിച്ചു കേട്ടോ. അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അവന് പോകാമെന്ന് പറഞ്ഞത് കാരണം ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ മക്കൾ ത്രാവ്യ നിസ്കരിക്കാൻ പോയി. അപ്പോൾ ത്രാവ്യ നിസ്കരിക്കാൻ പോയിട്ട് രാത്രി 10:30 ആയപ്പോൾ വരികയാണ് കേട്ടോ. അപ്പോൾ കയറി വരുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ ക്ഷീണിച്ച് ടയേർഡായി വരികയാണ്. അപ്പോൾ എനിക്ക് പള്ളിയിൽ നിന്ന് കൊടുത്തതാണെന്ന് 2 ബട്ടർ ബിസ്ക്കറ്റും മിഠായി അത് കൊണ്ടുവന്ന് എനിക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ ഇക്കയെ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്ത് ഞങ്ങൾക്ക് അത്താഴത്തിന് കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഇക്ക ഫുഡൊക്കെ കൊണ്ടുവന്ന്, നമുക്ക് റെസ്റ്റോറൻ്റ് ആണേ, അത് കാരണം ഇക്ക കടയിൽ നിന്ന് കൊണ്ടുവന്ന് ഒന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല. അങ്ങനെ മക്കൾ വിളിച്ച് പറഞ്ഞൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് കൊണ്ടുവന്നത് അൽഫാമും ഗീ റൈസും അതുപോലെ തന്നെ ബീഫ് കറി, ചിക്കൻ കറി ഒക്കെ ആയിരുന്നു. പിന്നെ ഒനിയനും അതുപോലെ തന്നെ ലെമണൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങൾ പോയി എല്ലാവരും കിടന്ന് ഉറങ്ങി കേട്ടോ. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.